സുന്ദരീസ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി മേക്കപ്പും അതിനേക്കാളും മെയിനായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സൂപ്പർ ഹെയർ സ്റ്റൈലും അതിൻ്റെ ഒപ്പം തന്നെ ഒരു സെറ്റും കൊണ്ട് ഡ്രേപ്പിങ്ങും ആണ് കേട്ടോ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കുട്ടി 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 ഭാഗങ്ങളായിട്ട് അതായത് 10 ഔട്ട്ഫിറ്റ് ഐഡിയാസ് കാണിച്ചതിൽ ഒരെണ്ണം ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വേർഷനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് സ്കിൻ കെയർ നമ്മൾ ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ ഇത് ഇതിൻ്റെ ആയിരുന്നു ഇബ കോസ്മെറ്റിക്സിൻ്റെ പ്രൈമർ പ്ലസ് സിറം അങ്ങനെയുള്ളതാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കൺസീലർ എടുക്കുക, നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ ആണ് എടുക്കുന്നത്. നമ്മൾ ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ട് മാർസിൻ്റെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. മാർസിൻ്റെ തന്നെ ഐ ഷാഡോ പാലറ്റിൽ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഔട്ടർ കോർണേഴ്സിൽ മാത്രം നമ്മൾ ഒരു പൊടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അധികം ബ്ലെൻഡ് ചെയ്യണ്ട കേട്ടോ. പകരം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റെഡ് അതേപോലെ ഒരു പീച്ച് ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ളത് എടുത്തിട്ട് നമ്മൾ ക്രീസിൻ്റെ അവിടെ, അതായത് ഈ മടക്കിൻ്റെ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രൗൺ ആയിട്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഷാമ്പെയിൻ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ നടുവിലായിട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഒരു ബ്രഷ് എടുക്കുക, ബ്ലെൻഡ് ചെയ്യുക. അതായത് ഈ ഗോൾഡൻ ഷെയ്ഡും അതേപോലെ ഈ മറ്റേ ആ പീച്ച് ഷെയ്ഡും എല്ലാം കൂടിയിട്ടൊന്ന് ബ്ലെൻഡായി വരണം. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, ഒരു ന്യൂഡ് ഷെയ്ഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ ഏറ്റവും ഔട്ടർ കോർണേഴ്സിൻ്റെ അവിടെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ ഉള്ളത് നമ്മൾ ഒരു ടിഷ്യൂ വെച്ചിട്ടോ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ നൈക്കയുടെ ലൈനറാണ് എടുക്കുന്നത്. ഇത് വെച്ചിട്ട് വിങ് ലൈനറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. ആദ്യം ഒരു വാല് വരച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ കണ്ണിൻ്റെ നടുവിലേക്ക് ഒരു വരയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇന്നർ കോർണേഴ്സിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ഈ ലൈനറിൽ ഒട്ടും മഷിയില്ലാത്ത സമയമാകുമ്പോൾ എന്താ വേണ്ടതെന്ന് അറിയോ, ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് വാലിൻ്റെ അവിടെ ലൈറ്റായിട്ടൊന്നിങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ, മുകളിലേക്ക് വരച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള, നല്ല കത്തി പോലെ ഷാർപ്പായിട്ടുള്ള ലൈനർ നമുക്ക് കിട്ടും. ഒരേപോലെ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഏകദേശം അത്ര മതി നമുക്ക്. എന്നിട്ട് നമ്മൾ കാജൽ, ഇതേതാ കാജൽ, ഇത് നൈക്കി എന്ന് തോന്നുന്നു കേട്ടോ. അതെ, അപ്പോൾ ഇത് നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കൺപീലിയുടെ തൊട്ട് താഴെയായിട്ടും ലൈറ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം തിക്കായിട്ടുള്ള കാജലാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ സെയിം കാജൽ തന്നെ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ടൈറ്റ് ലൈൻ ചെയ്താൽ മാത്രമേ കൺപീലിക്ക് നല്ല തിക്നെസ് തോന്നുള്ളൂ. അത് മാത്രമല്ല ആ കാജൽ ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ സെയിം പാലറ്റിൽ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ, അതായത് കൺപീലിയുടെ താഴെയായിട്ട് ഒരു ബ്രഷിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാജൽ നല്ല ഇങ്ങനെ സ്പ്രെഡ് ആവാണ്ട് നല്ല ഡാർക്കായിട്ട് അതേപോലെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്, നല്ല തിക്കായിട്ടുള്ള കാജൽ ലുക്കായിട്ടുണ്ടാവും, സ്മഡ്ജ് പ്രൂഫ് ആവും. അപ്പോൾ ആ രീതിക്ക് വളരെ നല്ലതാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ മസ്കാര നന്നായിട്ട് ഒരു 2 to 3 കോട്ട് മസ്കാര ഇടുക. കൺപീലി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ എനിക്ക് കൺപീലി വെക്കുന്നത് തീരെ ഇഷ്ടമില്ല, അപ്പോൾ അതിനെ ഞാൻ വയ്ക്കാതെ. ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കണത് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കണ്ണ് ഭയങ്കര പാടാണ് കൺപീലി വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സെൻസിറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വയ്ക്കില്ല എന്നേ ഉള്ളൂ. പിന്നെ ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ സെയിം ഐ ഷാഡോ പാലറ്റിൽ ഒരു ഷാമ്പെയിൻ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണല്ല, ഐബ്രോസിൻ്റെ താഴെയായിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐബ്രോസ് നന്നായിട്ട് പോപ്പപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലഷ് നമ്മൾ NYBയുടെ ബ്ലഷാണ്, ഒരു മൂസ് ബ്ലഷാണ് എടുക്കുന്നത്. നല്ല ബ്ലഷാണ് കേട്ടോ, അടിപൊളിയാണ്, ഭയങ്കര അഫോർഡബിളാണ്. ഇത് നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ ചീക്സിൻ്റെ അവിടെ എടുത്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ മാർസിൻ്റെ ഹൈലൈറ്ററാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് ഹയസ്റ്റ് പോയിൻറ്റ്സിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ചീക്ക് ബോൺസിൻ്റെ അവിടെ, അത് കഴിഞ്ഞാൽ നമുക്ക് നോസിൻ്റെ അവിടെ ഇട്ട് കൊടുക്കാം, താടിയുടെ അവിടെ കുറച്ച് ഇട്ട് കൊടുക്കാം, നെറ്റിയുടെ അവിടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല രസമാണ് കേട്ടോ, നല്ല ഹൈലൈറ്റർ, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. മാർസിൻ്റെ 1 ബ്രാൻഡ് ലുക്ക് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇത് നീംബു പാനി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ നമുക്കൊരു ന്യൂഡ് ഷെയ്ഡാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മതി, നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ എനിക്ക് നല്ല റെഡ് ലിപ്സ്റ്റിക് വേണമായിരുന്നു. അതിനായിട്ട് നമ്മളിത് ബ്ലൂ ഹെവൻ്റെ റെഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിന് 100 രൂപയൊക്കെ ഉള്ളൂ. അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ, നല്ല മാറ്റാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല സൂപ്പർ റെഡ് ഷെയ്ഡാണ്. അതുകൊണ്ട് എന്ത് രസമാണ് റെഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ, ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മുടെ പല്ലിന് കുറേ കൂടി വെളുപ്പ് തോന്നിക്കാനും നമ്മുടെ ഫേസിന് കുറേ കൂടി ബ്രൈറ്റ്നസ് തോന്നിപ്പിക്കാനും അടിപൊളി ആണ്. പിന്നെ നമുക്കിനി ഹെയർ സ്റ്റൈൽ ചെയ്യാം. മിഡിൽ പാർട്ടീഷനാണ് കേട്ടോ എടുക്കണത്. എന്നിട്ട് ഫ്രണ്ടിലത്തെ 2 സെക്ഷൻ മുടി മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ക്രൗൺ ഏരിയയുടെ കുറച്ച് മീതെ നിന്ന് ഇതേപോലെ
കുറച്ച് മുടി എടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ സൈഡിൽ കുറച്ച് മുടി കുറവുള്ള പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്ന് കുറച്ചും കൂടി മുടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 സൈഡിൽ നിന്നും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനൊന്ന് ട്വിസ്റ്റ് ചെയ്യുക, ഒന്ന് പിരിച്ചിട്ട് മുകളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇർക്കിളി സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്യുകയാണ്. കുറച്ച് വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാവുന്ന സാധനമൊക്കെ കിട്ടും. അതൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി നന്നായിട്ടിരിക്കും. പക്ഷേ എന്താ വെച്ചാൽ എല്ലാവരുടെ കയ്യിലും അതൊന്നും ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതേപോലെ സാധാരണ രീതിയിൽ തന്നെ മുടിയെടുത്തിട്ട് നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് പൊക്കിയിട്ട് വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഫ്രണ്ടിലത്തെ സെക്ഷനിൽ ഏറ്റവും ബാക്കിലായിട്ടൊരു ചെറിയ സെക്ഷൻ ഹെയർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ വേണ്ടത് വെച്ചാൽ ഫ്രണ്ടിലത്തെ സെക്ഷനിൽ ഒരു ചെറിയ സെക്ഷൻ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പിരിക്കുക. ഇതേപോലെ എന്നിട്ട് അടുത്ത സെക്ഷൻ എടുക്കുക, പിരിക്കുക, അടുത്ത സെക്ഷൻ എടുക്കുക, പിരിക്കുക, അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനത്തെ നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത് പോലെ തോന്നി. നമ്മൾ ഫ്രണ്ടിൽ വേറെ രീതിയിൽ എടുക്കുന്ന തരത്തിൽ കേൾ ചെയ്തെടുക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓണം സീരീസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് വേറെ തരത്തിലുള്ള ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനത്തെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഹെയർ സ്റ്റൈലിന് ഇത് തന്നെയാണ് കേട്ടോ ഏറ്റവും ഭംഗിയായിട്ടുണ്ടാവുക. ഏറ്റവും ബാക്കിൽ നിന്ന് ഒരു സെക്ഷൻ എടുക്കുക, അതിലേക്ക് ചെറിയ ചെറിയ സെക്ഷൻ ഫ്രണ്ടിൽ നിന്ന് ആഡ് ചെയ്തിട്ട് പിരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിരിച്ചു കൊടുക്കുമ്പോൾ അത് ബാക്കിൽ തന്നെ നിർത്താം, അല്ലാണ്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണ്ട. ബാക്കിലേക്ക് തന്നെ പിടിച്ചിട്ട് വേണം പിരിക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ബാക്കിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇർക്കിളി സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്യുക. ഇങ്ങനെ തന്നെ മുടി അഴിച്ചിട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വേറെ തരത്തിലേക്ക് ആക്കിയെടുക്കാം. അതിനേക്കാളും മുമ്പ് നമ്മൾ ഫ്രണ്ടിലേക്ക് പിരിച്ചു വെച്ചിരിക്കുന്നത് ഒന്നിങ്ങനെ വലിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടി ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്ക് എല്ലാ മുടിയും കൂടി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ മെടഞ്ഞിടാം. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബാക്കിൽ കൂടെ 2 ഫിംഗേഴ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മുടി ഉണ്ടല്ലോ ഇതേപോലെ വലിച്ചെടുക്കുക കേട്ടോ. കണ്ടോ? അപ്പോൾ ഇങ്ങനൊരു പ്രത്യേക രീതിക്കൊരു പാറ്റേണിൽ വരും. നല്ല രസമാണ് അത് കാണാനായിട്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് ടൈറ്റ് ആക്കുക. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ മുടിയിലിടുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാണ്ട് മേടിക്കാൻ കിട്ടുന്ന റബ്ബർ ബാൻഡില്ലേ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ടൈ ഇല്ലേ, അത് മേടിച്ചാൽ മതി കേട്ടോ. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് കളയാം. അതല്ലാണ്ട് അതിങ്ങനെ വലിച്ചെടുക്കണം എന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓരോരോ ചെറിയ ഭാഗത്തിൽ ഇങ്ങനെ ഹെയർ ടൈ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫിംഗേഴ്സ് ബാക്കിൽ കൂടെ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണ രീതിയിൽ മെടഞ്ഞിട്ടിട്ട് മുല്ലപ്പൂ വെച്ചാലും നല്ല രസമാണ്. പക്ഷേ ഇതൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. എസ്പെഷ്യലി സൽവാസിൻ്റെ ഒക്കെ ഒപ്പം ലെഹങ്കയുടെ ഒക്കെ ഒപ്പം നല്ല രസമാണ്. സെറ്റ് മുണ്ടിൻ്റെ ഒപ്പം എനിക്കിത് അത്ര രസമായിട്ട് തോന്നിയില്ല ഇങ്ങനെ ചെയ്യണത്, ഇതേപോലെ ഇങ്ങനെ പിരിച്ചിടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ വേറെ രീതിക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൽവാറിൻ്റെ ഒപ്പം ഇങ്ങനെ ഹെയർ സ്റ്റൈൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അറ്റത്തൊരു റോസ് പൂവും കൂടി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി സെറ്റ് മുണ്ട് എടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സെറ്റ് മുണ്ടിൻ്റെ കറക്റ്റ് കസവ് വരുന്ന ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് കുറച്ച് പേര് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഓണം ഔട്ട്ഫിറ്റ് ഐഡിയാസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ 10 ഔട്ട്ഫിറ്റ് ഐഡിയാസ് ഇതേപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. കൈത്തുണിൽ കൊടുത്താലും മതി. എന്നിട്ട് കറക്റ്റ് നടുവിൽ ഈ കസവ് വരണ പോലെ ഇതേപോലെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് ഇങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിൽ വരുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു സൈഡിലേക്ക് ആക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു ഭാഗം മാത്രം ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ്ലി ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ടക്കിൻ ചെയ്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മുടെ വേഷ്ടിയുടെ ഭാഗം പിന്നിൽ അത് കവർ ചെയ്യുന്നത് കൊണ്ട് ആ ബാക്കിൽ ഇതേപോലെ നിൽക്കുന്നത് കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യുന്നത്. ഞാൻ കുറച്ച് പല തരത്തിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതാണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്മയ്ക്ക് കാണിച്ചപ്പോൾ അമ്മയും പറഞ്ഞു നന്നായിട്ടുണ്ട്. സാധാരണ സെറ്റ് മുണ്ട് ഉടുക്കണേക്കാളും നല്ല വെറൈറ്റി ഉണ്ട്. ഈ കസവ് നടുവിൽ വരണ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല രസമില്ല ഇത്രയും തിക്നെസ്സിൽ കസവ് വരുമ്പോൾ. പിന്നെ നമുക്ക് നടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നെ ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ മുണ്ടും വേഷ്ടി നമ്മൾ സാധാരണ ഉടുക്കില്ല, അതുപോലെ വേഷ്ടി ഇതേപോലെ ഉടുത്തിട്ട് നമ്മൾ ടക്കിൻ ചെയ്യണേക്കാളും നന്നാവുക ഇങ്ങനെ പിൻ വെച്ച് സെക്യൂർ ചെയ്യണതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ
നന്നായിട്ട് രസമായിട്ട് ഇതേപോലെ ഒക്കെ പ്ലീറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി വെക്കുക. നമ്മൾ ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ വേഷ്ടിയുടെ ഭാഗം, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആക്സസറൈസ് ചെയ്യാം. നമ്മൾ വലിയ ജുംക്കി ഇട്ടിട്ടുണ്ട്, ചോക്കർ ഇട്ടിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ നെക്ലസ് ഇടണമെങ്കിൽ നെക്ലസ് ഇടാം. 2 കയ്യിലും റെഡ് വള ഇട്ടിട്ടുണ്ട്. ഈ ബ്ലൗസ് ആമസോണിൽ നിന്നാണ് കേട്ടോ, അടിപൊളി ബ്ലൗസാണ്. അതിൻ്റെ പല ഷീറ്റ്സ് അവൈലബിളാണ്, സൂപ്പറാണ്. അപ്പോൾ ഈ മുടി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ട്വിസ്റ്റ് ചെയ്ത് ഒരു ഹെയർ ടൈ വെച്ചിട്ട് നമ്മൾ ഇർക്ലി സ്ലൈഡും യൂപ്പിനും വെച്ചിട്ട് സെക്യൂർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിന് നമുക്ക് ബണ്ണാണ് കുറേ കൂടി ഭംഗിയായിട്ട് തോന്നണത്. റോസപ്പൂവൊക്കെ കൂടി വെച്ച് വരുമ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ട് തൊട്ട് സിന്ദൂരൊക്കെ തൊട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ഓണൊക്കെ കഴിഞ്ഞു. ഞാനിത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേര് ഹെയർ സ്റ്റൈലിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് സാരിയുടെ കൂടെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ്. മേക്കപ്പ് ആണെങ്കിൽ നമുക്ക് സാരിയുടെ ഒക്കെ ഒപ്പം പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പിക്ചേഴ്സ് അയച്ചു തരണേ. പിന്നെ സെറ്റ് മുണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നടക്കാനോ ഓടാനോ ഒന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിപ്പോൾ ഇട്ടിട്ട് ഓടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷേ എന്തായാലും ഞാൻ പറയാം, യാതൊരു തരത്തിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ പിൻ കുത്തിയിട്ട് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലും നല്ലതാണ്, കാരണം അതിങ്ങനെ നടക്കുമ്പോൾ അത് മാറി മാറി പോവുമായിരുന്നു. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സെക്യൂറായിട്ട് അടിപൊളിയായിട്ടുണ്ടാവും. പിന്നെ ഈ വേഷ്ടി കണ്ടോ പിന്നിലത്തെ ഭാഗത്ത് വരണ കാരണം നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഉള്ളിലേക്കാക്കി മടക്കി പിൻ ചെയ്തതൊന്നും തന്നെ കാണാനില്ല. കാണാൻ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടുണ്ട്. ഞാൻ ഇതിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നി. അത് എത്ര കോൺഫിഡൻസോട് കൂടിയിട്ട് ഞാൻ ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നാളെ കാണാം. അതൊരു ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ.